തന്നെ ലീഡിംഗ് ആയിട്ടുള്ള മെഡിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന AFMC അഥവാ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ്. ഇവിടെ താമസ സൗകര്യം, ഭക്ഷണം, അവധിക്കാലത്തെ യാത്രയ്ക്കുള്ള ട്രെയിൻ ടിക്കറ്റ് മുതലായവയ്ക്കെല്ലാം തന്നെ ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ നമുക്ക് ബുക്ക്, സ്റ്റേഷനറി, വാഷിംഗ് തുടങ്ങിയവയ്ക്കും ആനുകൂല്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഹോസ്റ്റലിൽ താമസിച്ച് മാത്രമേ പഠിക്കാൻ സാധിക്കൂ. ഇനി ഇവിടെ MBBS അപേക്ഷിക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തെല്ലാമാണെന്ന് നോക്കാം. +2 ബയോമാക്സ് സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 50% മിനിമം മാർക്ക്, അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് അതിന് മിനിമം 50% മാർക്ക്, ഒപ്പം ഇംഗ്ലീഷിനും 50% മാർക്ക് നേടിയവർക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാം. നീറ്റിനുള്ള യോഗ്യത ഒരു മാനദണ്ഡമാണ്. ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിവാഹിതരായിരിക്കാൻ പാടില്ല. പഠനകാലത്ത് നമ്മൾ വിവാഹിതരാവാൻ പാടില്ല. അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ആരോഗ്യം നിർബന്ധമാണ്. കൂടാതെ 17നും 24 വയസ്സിനും ഇടയ്ക്കായിരിക്കണം പ്രായപരിധി. ഇന്ത്യക്കാർക്ക് അനുവദിച്ചിട്ടുള്ള 145 സീറ്റുകളിൽ 30 എണ്ണം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് റിസർവ്ഡ് ആണ്. അതുപോലെ 10 എണ്ണം പട്ടിക വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ്. പക്ഷേ മറ്റ് യോഗ്യതകളിലോ മാനദണ്ഡങ്ങളിലോ ഒന്നും തന്നെ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. NTA നടത്തുന്ന നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടിയിരിക്കുകയും വേണം. UG മെഡിക്കൽ കൗൺസിലിംഗിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് AFMCയിൽ പ്രവർത്തിക്കാനുള്ള താല്പര്യവും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം. സ്ക്രീനിങ്ങിന് തിരഞ്ഞെടുക്കുന്നവർ ഒറിജിനൽ ഡോക്യുമെന്റ്സുമായിട്ട് പൂനെയിൽ എത്തിച്ചേരണം. കൂടാതെ ടോയിലർ എന്ന എക്സാമും പാസ്സാവണം. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ എക്സാമിൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രാവീണ്യവും അതുപോലെ ലോജിക്കൽ റീസണിങ്ങുമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. കൂടാതെ സ്പോർട്സ്, NCC എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിച്ച കുട്ടികൾക്ക് മുൻഗണനയും അതുപോലെ സൈനികരുടെ മക്കൾക്കും പ്രത്യേക വെയിറ്റേജ് ഉണ്ട്. ഫേസ് ടു ഫേസ് ഇന്റർവ്യൂവിൽ നമ്മുടെ പൊതുവിജ്ഞാനവും അതുപോലെ നമ്മുടെ താല്പര്യങ്ങളും ഹോബികളും ഒക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുക. മാനസിക ശേഷി പരിശോധനയിൽ ജസ്റ്റ് യോഗ്യത ലഭിച്ചാൽ മതി. പക്ഷെ നമുക്ക് കിട്ടുന്ന മാർക്ക് ഒരിക്കലും റാങ്കിങ്ങിനെ ബാധിക്കില്ല. MBBS പൂർത്തിയാക്കിയ ശേഷം എല്ലാവർക്കും കമ്മീഷൻഡ് ഓഫീസറായിട്ട് തന്നെ ആർമിയിൽ ജോലി കിട്ടും. അതുപോലെ തന്നെ കര, നാവിക, വ്യോമസേനയിൽ സേവനം അനുഷ്ഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ ഈ കോഴ്സിന് ചേരുന്ന സമയത്ത് തന്നെ നമ്മുടെ മാതാപിതാക്കള് സേവന കരാറ് നിർബന്ധിതമായിട്ട് ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കോഴ്സിന് ജോയിൻ ചെയ്ത് എങ്ങാനും വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ 7 ദിവസത്തിനുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ 67 ലക്ഷം രൂപ വരെ നമ്മൾക്ക് ഫൈനായിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ പിന്നീട് MBBS ശേഷം പിന്നീട് PG, മറ്റ് സ്പെഷ്യലൈസേഷൻസ് ഒക്കെ ചെയ്യാനുള്ള ആനുകൂല്യങ്ങളും ഇതേ കോളേജിൽ തന്നെ ലഭ്യമാണ്.